ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒത്തിരി നാളിന് ശേഷം ഒന്ന് ആലപ്പുഴ ബീച്ചിൽ പോകാമെന്ന് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും സ്റ്റീവ് കുട്ടനും ആൽഫി കുട്ടനും വിജയ് പാർക്കിൽ കയറണമെന്നൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ വിജയ് പാർക്കിൽ കയറി. ഒരല്പം സമയം വൈകിയിരുന്നു, ഏകദേശം ഒരു 5:30 കഴിഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാലും പാർക്കിൽ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ, അവധി ദിവസം ആയതുകൊണ്ട് തന്നെ പാർക്കിൽ നല്ല തിരക്കായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ മുൻപൊരിക്കൽ പാർക്കിൽ പോയപ്പോൾ ഇത്രയും ഐറ്റംസ് റൈഡുകൾ ഇത്രയും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അത്യാവശ്യം സ്റ്റീവിനും ആൽഫിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൽ തന്നെ സ്റ്റീവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റൈഡായിരുന്നു ഈ കുതിരയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്നത്. അത് സ്റ്റീവ് ഒത്തിരി ആഗ്രഹിച്ചൊരു സാധനമാണ്, കുതിരപ്പുറത്ത് കയറണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആഗ്രഹം അങ്ങനെ നടന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് അവനെ വിമാനത്തിൻ്റെ മുകളിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ വിമാനത്തിൻ്റെ മുകളിൽ കയറി. അതിനുശേഷം ഞങ്ങൾ പതിയെ തിരിച്ച് നടക്കുകയാണ്. കാര്യം നേരം വൈകിയിരുന്നു, അതുകൊണ്ട് തന്നെ മറ്റ് റൈഡുകളിലൊന്നും കയറാൻ പറ്റിയില്ല. ഇതിൻ്റെ അകത്ത് നല്ലൊരു ട്രെയിനുണ്ട്, പക്ഷേ ആ ട്രെയിനിലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ താമസിച്ചാണ് ഇവിടെ വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാർക്കിന് പുറത്തേക്ക് നടക്കുകയാണ്. നല്ല കാഴ്ചകളാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ കാണാൻ. ആ ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ തന്നെ മനോഹരമായ ചെടികളും എല്ലാം കൂടെ നല്ലൊരു ആംബിയൻസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ പാർക്കിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ കളിപ്പാട്ട കച്ചവടക്കാരനെ കണ്ടു. അങ്ങനെ സ്റ്റീവിന് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്, സ്റ്റീവിന് ലൈറ്റ് തെളിയുന്നൊരു വാളും വാങ്ങിക്കണമെന്ന്. അങ്ങനെ ആ ലൈറ്റ് തെളിയുന്ന വാൾ വാങ്ങിച്ചു. ഞങ്ങൾ പതിയെ ബീച്ചിലേക്ക് നടന്നു. ബീച്ചിൽ ചെന്നപ്പോഴത്തേക്കും നല്ല ആൾക്കൂട്ടമായിരുന്നു. നല്ല രസമായിരുന്നു ആലപ്പുഴ ബീച്ച് കാണാനായിട്ട്. കാര്യം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ വരുന്നത്. കാര്യം നോർമലി ഞങ്ങൾ പോകാറുള്ളത് മാരാരിക്കുളം ബീച്ചിലാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒത്തിരി കച്ചവടക്കാരും അതുമാത്രമല്ല അവരുടെ ആ കടകളിൽ നിന്നുള്ള പല കളറിലുള്ള ലൈറ്റുകളും എല്ലാം കൂടി നല്ലൊരു ആംബിയൻസാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, മിക്ക കടകളുടെ മുകളിലും സോളാർ സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. സൂര്യപ്രകാശം കൊണ്ട് പ്രവർത്തിക്കുന്ന ലൈറ്റുകളും ഫാനൊക്കെയാണ് അതിൽ കിടക്കുന്നത്. അതും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നടക്കുന്നു. അപ്പോൾ നമ്മുടെ ആൽഫി കുട്ടിന് പോപ്കോൺ കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും വാങ്ങി പതിയെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വണ്ടിയുടെ അരികിലേക്ക് നടക്കുന്നു. ഏകദേശം എല്ലാവരും തന്നെ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു. വഴിയിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ പതിയെ ഞങ്ങളുടെ വണ്ടിയുടെ അരികിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ഇതിൽ കാണാം. താങ്ക് യു.